ട്രംപ് പ്രസംഗിക്കാൻ കയറിയല്ലോ. അങ്ങനെ പ്രസംഗിക്കാൻ കയറിയപ്പോ അവിടെ ടെലിപ്രോംപ്റ്റർ ഇല്ലാന്ന് എല്ലാവർക്കും അറിയാം. കാരണം ചിലർക്ക് ടെലിപ്രോംപ്റ്റർ കിട്ടാതെ ബുദ്ധിമുട്ടി. അപ്പൊ ഇതിന് സ്വന്തമായിട്ട് എഴുതി കൊടുക്കുന്നതൊക്കെ വായിക്കേണ്ടി വന്നു. അപ്പൊ ട്രംപ് പറഞ്ഞത് എന്താ അറിയോ? ട്രംപ് പറഞ്ഞ ഈ ഒരു കാര്യം നല്ലതാണ്. മൂപ്പര് പറഞ്ഞത് ഇവിടെ ടെലിപ്രോംപ്റ്റർ ഇല്ല, അത് നല്ലൊരു കാര്യമാണ്. ഈ ടെലിപ്രോംപ്റ്റർ ഇല്ലെങ്കിൽ ഹൃദയം കൊണ്ട് സംസാരിക്കാം, അതാണ് എനിക്ക് ഇഷ്ടം എന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിക്കട്ടെ. ട്രംപ് എവിടെ പോയാലും നോക്കി വായിക്കലോ ടെലിപ്രോംപ്റ്റർ ഒന്നും മൂപ്പര് ഉപയോഗിക്കില്ല. മൂപ്പര് അങ്ങനെ പറച്ചിലാണ്. ആ സ്റ്റൈൽ എനിക്ക് ഇഷ്ടമാണ്, നല്ല കാര്യം പറയാലോ. അത് എല്ലാ ലോക നേതാക്കന്മാരും അങ്ങനെ ആയിരിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. നോക്കി വായിക്കുമ്പോൾ എന്താണ് ഒരു ആത്മാർത്ഥത ഇല്ലാതായി. അപ്പൊ സ്വന്തം രാജ്യത്തിനെ കുറിച്ച് പറയാൻ അറിയില്ലേ? മോദി ആണെങ്കിലോ നോക്കി വായിക്കാനും അറിയില്ല. ആകെ ടെലിപ്രോംപ്റ്ററിൽ വലിയ വലിയ അക്ഷരം ഉണ്ടെങ്കിൽ ഇങ്ങനെ നോക്കി ഇങ്ങനെ അതിലെന്താണ് അതിന്റെ ഉദ്ദേശം എന്താണെന്ന് പോലും അറിയാതെ ഇങ്ങനെ വായിക്കും. എഴുതി കൊടുത്ത ആൾക്കാർക്ക് ശരിയായിട്ട് എഴുതിയിട്ടുണ്ടാവും എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഇങ്ങനെ വായിക്കലാണ്. അത് ഒരു ആത്മാർത്ഥയും ഇന്ത്യയോട് ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. ടെലിപ്രോംപ്റ്ററിൽ വായിക്കല്. ഒരു രാജ്യത്തിനോട് ആത്മാർത്ഥത ഉള്ള ആള് ഈ സാധനം ഉപയോഗിക്കൂല. അത് ട്രംപിന് അമേരിക്കയോട് നല്ല ആത്മാർത്ഥം ഉണ്ട്. അമേരിക്കക്ക് ഗുണമുള്ള സംഗതികളെ മുമ്പ് ചെയ്യൂ. അതിനെ മനസ്സിലാക്കാം. ആദ്യത്തെ ഡയലോഗ് കേട്ടോ. And I don't mind making the speech without a teleprompter because the teleprompter ഇല്ലാതെ പ്രസംഗിക്കാൻ എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറയാണ്. Teleprompter is not working. I feel very happy to be up here with you nevertheless. അല്ലേ, ടെലിപ്രോംപ്റ്റർ വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷവാനാണ്. ടെലിപ്രോംപ്റ്റർ ഇല്ലെങ്കിൽ ഇഷ്ടമുള്ള സംസാരിക്കാലോ. And that way you speak more from the heart. I can only say that whoever's operating this teleprompter is in big trouble. Very much appreciated. അല്ലേ, അതാണ് യഥാർത്ഥ. എത്ര വലിയ തെണ്ടിയാണെങ്കിലും മൂപ്പര് രാജ്യത്തിനോട് ഒരു സ്നേഹമുണ്ട്. മൂപ്പര് പറയുന്നത് ടെലിപ്രോംപ്റ്റർ ഇല്ല, അതുകൊണ്ട് സുഖമായി, ഇനി ഹൃദയം കൊണ്ട് സംസാരിക്കാന്ന്. ഹൃദയം കൊണ്ട്. ഇത് നിരീശ്വരവാദികൾ പറയല്ലോ, ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ പറ്റൂല, ഹൃദയം കൊണ്ട് സംസാരിക്കാൻ പറ്റൂല, ഹൃദയത്തിന്റെ പണി ഇങ്ങനെ ഇടിക്കൽ മാത്രമാണ് എന്നൊക്കെ പറയല്ലോ. അപ്പൊ ഇവിടെ എല്ലാ വലിയ വലിയ നേതാക്കന്മാരൊക്കെ ഹൃദയം കൊണ്ട് സംസാരിക്കുക, ഹൃദയം കൊണ്ട് ചിന്തിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അങ്ങനെ മൂപ്പര് പറയാണ്. ഇനി ഈ മോദി ടെലിപ്രോംപ്റ്ററിനെ കുറിച്ചിട്ട് ഒരു സ്ത്രീ അഭിപ്രായം പറയാണ്, കേട്ടോക്കെ. ടെലിപ്രോംപ്റ്റർ നോക്കി വായിക്കുകയും നോക്കി വായിക്കുന്ന ടെലിപ്രോംപ്റ്റർ ഓഫാകുന്ന നിമിഷം പറഞ്ഞു വന്ന വരി പോലും പൂർത്തിയാക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരാൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ ഘട്ടം മുതൽ മാധ്യമങ്ങളെ ഒന്നാകെ വിലക്കെടുക്കാനൊരു ശ്രമം ഇവിടെ നടക്കുന്നുണ്ട്. ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന പല മാധ്യമങ്ങളെയും ഇന്ന് ഗോദി മീഡിയ എന്ന് വിളിക്കുന്നത് തന്നെ അതുകൊണ്ടാണ്. ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്ക് മുന്നിൽ രണ്ട് സാധ്യതകളാണ് സംഘപരിവാർ നേതൃത്വം നൽകുന്ന വർഗീയ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നത്. ഒന്നുകിൽ അവർ നൽകുന്ന നക്കാപ്പിച്ച വാങ്ങി മിണ്ടാതെ അവർക്ക് വേണ്ടി വിടുവേല ചെയ്യുക, അല്ലെങ്കിൽ വിമർശനം ഉന്നയിച്ച ശേഷം നെഞ്ചത്തൊരു വെടിയുണ്ട തറയ്ക്കുന്ന നിമിഷത്തിനായി കാത്തിരിക്കുക. ഗാന്ധി മുതൽ ഗൗരി ലങ്കേഷ് വരെ നമ്മൾ കണ്ടതും അതുതന്നെയാണ്. അതായത് എല്ലാവർക്കും ഇതിന്റെ അഭിപ്രായം, ഇന്ത്യയിലത്തെ എല്ലാവർക്കും 11 കൊല്ലമായിട്ട് കാണുന്നതല്ലേ. ഒരു പത്രസമ്മേളനം ഇല്ല, ഒന്നുമില്ല, ടെലിപ്രോംപ്റ്റർ ഇല്ലാതെ സംസാരിക്കാനും വയ്യ. ആകെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മാത്രമാണ് ടെലിപ്രോംപ്റ്റർ ഇല്ലാതെ ഈ മോദി സംസാരിക്കുന്നത്. അത് തന്നെ ഉത്തരേന്ത്യയിലൊക്കെ പോയാല്. കാരണം എന്താണ്, ഈസിയാണല്ലോ. ഉത്തരേന്ത്യയിൽ ആകെ പറയേണ്ട സംഗതി എന്താണ്? വർഗീയത. വർഗീയതയിലാണെങ്കിലോ മൂപ്പര് ഉസ്താദുമാണ് ആര്? മോദി. ഹിന്ദുക്കളുടെ താലിമാല കട്ടുകൊണ്ടുപോയി, ഹിന്ദുക്കളുടെ പോത്തിനെ കട്ടുകൊണ്ടുപോയി മുസ്ലിങ്ങള്, ഹിന്ദുക്കളുടെ എന്താണ് ബക്കറ്റ് കട്ടുകൊണ്ടുപോയി. എന്നിട്ട് മുസ്ലിങ്ങൾ ഇതൊക്കെ ഹിന്ദു എന്ന് പറയപ്പത്ര വിവരമൊന്നും വേണ്ടല്ലോ. അത് പറയാൻ നല്ല അറിയാം. അതല്ലാത്തൊരു സംഗതി പറയാൻ മൂപ്പരെ കൊണ്ട് സാധ്യമേ അല്ല. എന്തെങ്കിലും ഒരു വിഷയത്തിനെ കുറിച്ച്. ഒന്നാമത്തത് ഈ അഴിമതി കൊണ്ടാണ് ഈ സ്ഥാനത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അയാൾ ഇല്ലല്ലോ. വോട്ടിംഗ് അഴിമതി വേറെ, അല്ലെങ്കിൽ ജനങ്ങൾ തെരഞ്ഞെടുത്തൊന്നല്ലോ ഇപ്പത്. അതുകൊണ്ടൊന്നും അറിയേണ്ട ആവശ്യമില്ല. ആകെ അറിയേണ്ടത് ഭരണത്തിലിരിക്കാൻ പൈസ മോഷ്ടിക്കുക, നിയമങ്ങൾ മാറ്റുക, അദാനി അംബാനിമാർക്കുള്ള എല്ലാ ധനം എടുത്ത് കൊടുക്കുക. ഇതിനിപ്പോ അത് നന്നായിട്ട് അറിയാം. അത് ഗുജറാത്ത് മുതലേ പഠിച്ചതാണ്. വേറെ എന്തെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ വിട്ടാലും ഒരു ചുക്കും ചുണ്ടാൻ പറയില്ല. ടെലിപ്രോംപ്റ്റർ ഇല്ലെങ്കിൽ ആകെ വിഡിത്തേ വരുള്ളൂ. പാകിസ്ഥാൻ ആക്രമിക്കാൻ മഴക്കാർ ഉപയോഗിച്ച് മഴക്കാറിന്റെ ബാക്കിൽ കൂടെ പോയാൽ മതി, കാണൂല എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. ഒരു ചുക്കും ചുണ്ടാൻ പറയണ്ടേ. എന്താണ് ഇപ്പോ ഈ ക്ലൈമറ്റ് ചേഞ്ച് ഒന്നും ഇല്ല, എന്താ പറയാ, കാലാവസ്ഥ വ്യതിയാനം ഉണ്ടല്ലോ, അതൊന്നും ഉണ്ടായിട്ടില്ല. മനുഷ്യന്മാരാണ് മാറിയത് എന്നൊക്കെ പറഞ്ഞാൽ തള്ളിമാർക്ക് A+B+² C² അപ്പൊ 2² എവിടെ വന്നൊക്കെ അതൊക്കെ എന്താണ് സംഭവം? അന്തം കുന്തല്ലാതെ സംസാരിക്കുള്ളൂ. എന്തായാലും അതിനെ കുറിച്ച് ഇപ്പൊ ഇന്ത്യക്കാർക്ക് വരെ നല്ല അഭിപ്രായമാണ്.